ഈ വിസ്മയം എന്ന് പറഞ്ഞിട്ട് അല്ലേ എത്രമാത്രം വിസ്മയം കൊടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഇപ്പോഴത്തെ പരിമിതമായ സാമ്പത്തിക ചുറ്റുപാടിൽ. കൃത്യമായി പറയുന്നുണ്ട്. നമ്മുടെ വരുമാനം ഇപ്പം കഞ്ഞി നല്ല ചൂട് കഞ്ഞിയും കുറച്ച് തേങ്ങാ ചമ്മന്തിയും 2 കാന്താരിയും കടുമാങ്ങാച്ചാറുണ്ട്. എന്താ കുഴപ്പം? കാന്താരി ഉടക്കണം. നല്ല ചെറിയ കടുമാങ്ങാച്ചാറ് വേണം. സഭയിലെ ദൃശ്യങ്ങളാണ് കാണുന്നത്. മിക്കവാറും നിയമസഭാ സാമാജികന്മാരെല്ലാം എത്തിക്കഴിഞ്ഞു. അതുപോലെ ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി എല്ലാവരോടും സൗഹൃദം പങ്കുവയ്ക്കുന്നു. എല്ലാ തവണയും ഇത് സാധാരണ ഉള്ളതാ അനുഷ്ഠാനം പോലത്തെ കാഴ്ചയാണ്. ഓക്കെ അപ്പം പ്രതിപക്ഷത്തെയും കാണും. എനിക്ക് തോന്നുന്നു സുധാകരനുമായിട്ടൊക്കെ ആലപ്പുഴയിൽ നിന്നുള്ള വിപ്ലവം എങ്ങനെയായിരിക്കും എന്നറിയാൻ അദ്ദേഹത്തെയും കാണുന്നു. മാത്രമല്ല സഭയിൽ ഏതാണ്ട് കുറച്ച് അധികം MLA-മാരൊക്കെ എത്തിക്കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 9 മണിക്ക് മുമ്പ് തന്നെ എല്ലാവരും എത്തും. അലക്സ് റാം മുഹമ്മദ് കൂടി നമുക്കൊപ്പം ചേരുന്നു. നിയമസഭാ സാമാജികന്മാരൊക്കെ തന്നെ നിയമസഭാ MLA ഹോസ്റ്റലിൽ നിന്ന് യാത്ര തിരിച്ചു കഴിഞ്ഞു. എന്താണ് കൂടുതൽ വിവരങ്ങൾ? മാണി സി കാപ്പനെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. മാണി സി കാപ്പന്റെ മുഖത്തും ചില ആഹ്ലാദങ്ങളുണ്ട് അല്ലേ? പാലായിലേക്ക് പല വിസ്മയങ്ങൾ ഉണ്ടാകുമോ എന്ന ആശങ്ക അദ്ദേഹത്തിന് ഉണ്ടാകും. പറയൂ. തീർച്ചയായും. അതായത് മാണി സി കാപ്പനോട് നേരത്തെ അദ്ദേഹത്തിന് ഒരു അതൃപ്തി നിലനിന്ന ഘട്ടത്തിൽ നമ്മൾ ചോദിച്ചാണ് അങ്ങനെ എന്തെങ്കിലും അതൃപ്തി ഉണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഞാൻ ബജറ്റുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, പാലായ്ക്ക് വേണ്ട ചില കാര്യങ്ങൾ മുഖ്യമന്ത്രിയോട് സംസാരിക്കുന്നത് അടക്കമുള്ള ചർച്ചകളിലേക്ക് ഇന്ന് കടക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ ഇത് ഒരുപക്ഷെ സൂചിപ്പിച്ചേക്കാം എന്ന് അദ്ദേഹം വ്യക്തിപരമായി പറഞ്ഞത്. എന്താണെങ്കിലും മുഖ്യമന്ത്രി അദ്ദേഹം MLA-മാരെ അതുപോലെ മന്ത്രിമാരെ ഒപ്പം പ്രതിപക്ഷ നേതാക്കളെ, പ്രതിപക്ഷത്തു നിന്നുള്ള പ്രതിപക്ഷ നേതാവിനെ ഒപ്പം പ്രതിപക്ഷ സഭാംഗങ്ങളെയൊക്കെ അദ്ദേഹം കാണുന്നുണ്ട്. അദ്ദേഹം കണ്ട് അവർ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ബജറ്റിലേക്ക് കടക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജനപ്രിയ തീരുമാനങ്ങൾ എന്തുണ്ട് എന്നുള്ളത് തന്നെയാണ് കാത്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 10 വർഷത്തിന് ശേഷം UDF സർക്കാർ അവതരിപ്പിക്കുന്ന ആദ്യ ബജറ്റാണ്. അതുമാത്രമല്ല ഒട്ടനവധി വാഗ്ദാനങ്ങൾ നൽകി അധികാരത്തിലെത്തിയ ഒരു സർക്കാരാണ്. ആ സർക്കാർ അവതരിപ്പിക്കുന്ന ആദ്യ ബജറ്റ്, നേരത്തെ ഒരു സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിച്ചാണ് KN ബാലഗോപാൽ കടന്നുപോയത്. പക്ഷേ പുതുക്കിയ ബജറ്റായിരിക്കും അവതരിപ്പിക്കുക. പക്ഷേ അതിൽ തന്നെ ഏതൊക്കെ വിധത്തിൽ ജനകീയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും, ഈ പ്രഖ്യാപിച്ച വാഗ്ദാനങ്ങൾ ഏതൊക്കെ നിറവേറ്റാനാകും എന്നുള്ളതൊക്കെയാണ് ഉറ്റുനോക്കുന്നത്. ഇനി മിനിറ്റുകൾ മാത്രം, കഷ്ടിച്ച് 4 മിനിറ്റ് കൂടിയാണ് ബാക്കി. നമുക്ക് കാണാം മന്ത്രിമാരെയൊക്കെ അദ്ദേഹം ഹസ്തദാനം ചെയ്യുന്നത് ദൃശ്യങ്ങളിലുണ്ട്. നേരത്തെ നമ്മൾ നിയമസഭാ കവാടത്തിന്റെ പുറത്ത് നിൽക്കുമ്പോൾ മന്ത്രിമാരെല്ലാം ഇതിലേക്ക് അകത്തേക്ക് കടന്നു വരുന്നത് നമ്മൾ കണ്ടതാണ്. ഏറെക്കുറെ അവർ കണ്ട് ഈ ഹസ്തദാനം അടക്കമുള്ള നടപടികൾ, അതായത് അതൊരു സാധാരണ കീഴ്വഴക്കമാണ്. ആ കീഴ്വഴക്കം സഭയിൽ പുരോഗമിക്കുന്നു. അത് ഉടൻ തന്നെ പൂർത്തിയാകും. കൃത്യം 9 മണിയാകുമ്പോൾ തന്നെ സ്പീക്കർ ഇവിടേക്ക് എത്തുന്നു. ബജറ്റ് നടപടികളിലേക്ക് അദ്ദേഹം മന്ത്രിമാരോട് കുശലം പറയുന്നതാണ്. മുഖ്യമന്ത്രി മറ്റു മന്ത്രിമാരോടും മറ്റ് ഭരണപക്ഷ അംഗങ്ങളോടും കുശലം പറയുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം നേരത്തെ SK നമ്മൾ സൂചിപ്പിച്ചു. ഇന്ദിരാഗാന്ധിയുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ, ബാക്കി അവശേഷിക്കുന്ന 3 തീരുമാനങ്ങൾ എന്തൊക്കെയായിരിക്കും പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളായി വരിക, അതിലൊരു തീരുമാനമായി വരിക എന്നുള്ളത് ബജറ്റ് കാത്തിരിക്കുന്നുണ്ട്. അത് കോളേജ് വിദ്യാർത്ഥികൾക്ക് 1000 രൂപ സ്റ്റൈപ്പൻഡ് നൽകുന്നു. അദ്ദേഹം മുഖ്യമന്ത്രി VD സതീശൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ആലിംഗനം ചെയ്തു. യഥാർത്ഥത്തിൽ വളരെ സൗഹൃദമുള്ള ചുറ്റുപാടിൽ തന്നെ രണ്ടുപേരും മുന്നോട്ട് പോകുന്നു എന്നുള്ള കാര്യം സന്തോഷം പകരുന്ന കാഴ്ചയാണ്. അദ്ദേഹം ഇപ്പോൾ VD സതീശൻ സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞു. ഇനി അദ്ദേഹത്തിൻ്റെ സമയം, അദ്ദേഹത്തിൻ്റെ ഊഴം വരികയാണ്. 9 മണിയാകുമ്പോൾ അദ്ദേഹം ബജറ്റ് അവതരണം തുടങ്ങുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാണ്ട് ഇരിപ്പിടങ്ങളിലെല്ലാം MLA-മാർ വന്നു കഴിഞ്ഞു. ഇനി ഏറ്റവും ആകാംക്ഷ നിറഞ്ഞ നിമിഷങ്ങളാണ്. എത്രമാത്രം വിസ്മയം ഈ കറുത്ത ബാഗിനുള്ളിൽ അദ്ദേഹം കാത്തുവെച്ചു എന്നറിയാൻ നമ്മൾ കാത്തിരിക്കുകയാണ്. ആഷ്മി, ഇനി 3 മിനിറ്റ് മാത്രമാണ് ബാക്കി. വില കൂടുകയോ കുറയോ എന്ന നമ്മുടെ ആകാംക്ഷ ഇപ്പം ഇല്ല. കാര്യം അത് നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല. എന്ന് പറയുമ്പോൾ പോലും ചില കാര്യങ്ങളൊക്കെ അതുണ്ട്. നികുതി വരുമാനം വരുത്താൻ അല്ലെങ്കിൽ വരുമാന ചോർച്ച അടയ്ക്കാൻ എന്തൊക്കെയാണ് നടപടികൾ? പൊതുമേഖലാ സ്ഥാപനങ്ങളുള്ള സ്വകാര്യവൽക്കരണ നടപടികൾ അത് ധവളപത്രത്തിൽ പറയുന്നത് പോലെ ഉണ്ടോ? ബെഫ്കോയും സപ്ലൈകോയും തമ്മിൽ മെർജ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ധവളപത്രത്തിൽ. ഒരു ലാഭമുള്ള സ്ഥാപനവും നഷ്ടത്തിലുള്ള സ്ഥാപനവും മെർജ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ അത് പ്രാക്ടിക്കൽ അല്ല. അപ്പോൾ അതിനോടുള്ള സമീപനം എന്താണ്? പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ 10ഓളം പൊതുമേഖലാ സ്ഥാപനങ്ങൾ വലിയ നഷ്ടത്തിൽ, അതിനുള്ള സമീപനം എന്താണ്? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ. എന്ന് പറഞ്ഞാൽ പോയ 10 വർഷം ഒരു രാഷ്ട്രീയ നയമായിരുന്നു, അതിനുശേഷം മാറി വരുന്ന നയമാണ്. അപ്പോൾ ആ നയത്തിൽ നടപ്പ് ശീലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ എന്തൊക്കെ കാര്യങ്ങൾ VD സതീശൻ നേരത്തെ ശ്രീത്ത് പറഞ്ഞ പോലെ പ്രയോഗമതിയായ ഒരു രാഷ്ട്രീയക്കാരന്റെ ബജറ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ അതിലുണ്ട് എന്ന കാര്യം കേരളം ആകാംക്ഷപൂർവ്വം നോക്കുന്നുണ്ട്. എന്തായാലും ഈ സർക്കാരിന്റെ പ്രയോറിറ്റി എന്താണ്, ഈ സർക്കാർ നയങ്ങൾ എന്താണ് എന്ന് വ്യക്തമാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. മാത്രമല്ല വരാൻ പോകുന്ന ഏതെങ്കിലും തരത്തിൽ തെരഞ്ഞെടുപ്പുകളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും പോപ്പുലിസ്റ്റ് പ്രഖ്യാപനങ്ങൾ ഇതിൽ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അത് കുറച്ചുകൂടി പ്രാക്ടിക്കലായി, കുറച്ചുകൂടി ആ രീതിയിൽ പ്രാഗ്മാറ്റിക്കായി ആലോചിക്കുന്ന ഒരു സമീപനമാവില്ലേ VD സതീശൻ അദ്ദേഹത്തിന്റെ ബജറ്റിൽ സ്വീകരിക്കുക എന്ന് ചിന്തിക്കുന്ന സാമ്പത്തിക നിരീക്ഷകർ എമ്പാടുമുണ്ട്. നമുക്ക് വരുമാനം കുറവാണ്. വരുമാനം കുറവിൽ ഉള്ള വരുമാനം വെച്ചുകൊണ്ട് എങ്ങനെയാണ് പദ്ധതി പ്രഖ്യാപിക്കാൻ കഴിയുക? മാത്രമല്ല 38% പദ്ധതികൾ പ്രഖ്യാപിക്കപ്പെട്ട് നടപ്പായില്ല എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവായിരുന്നു VD സതീശൻ. അപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയെ വരുമ്പോൾ നിയമസഭാ സ്പീക്കർ വരാൻ സമയമായി.
എന്ന് തോന്നുന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അല്പസമയത്തിനകം അദ്ദേഹത്തിൻ്റെ ഈ ഇരിപ്പിടത്തിൽ ആസനസ്ഥനാകും. അതോടെ ഔദ്യോഗികമായി ചടങ്ങുകൾ ആരംഭിക്കും. ഇനിയൊരു കഷ്ടിച്ച് ഒരു 65 സെക്കൻഡ് മാത്രമേ ബാക്കിയുള്ളൂ. ഒരു മിനിറ്റിനകം സ്പീക്കർ എത്തും. സ്പീക്കർ എത്തിക്കഴിഞ്ഞാൽ നിയമസഭയിൽ വി ഡി സതീശൻ ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി ബജറ്റ് അവതരിപ്പിക്കും. UDF-ന്റെ കന്നി ബജറ്റാണ്. ഒരുപാട് പ്രഖ്യാപനങ്ങൾ പുറത്തു നടത്തി. എല്ലാ പ്രഖ്യാപനങ്ങളും തെരുവിലെ പ്രസംഗമായിരുന്നു എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പറഞ്ഞത് പ്രവർത്തിക്കണം, പ്രവർത്തിക്കുന്നത് പറയണം എന്നുള്ള രീതിയിലുള്ള അന്തർദേശീയ സ്ലോഗൻ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാകും. തീർച്ചയായിട്ടും വാക്ക് പാലിക്കാൻ താല്പര്യമുള്ള ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ളതിൽ മുഖ്യമന്ത്രിക്ക് ഒരുപാട് കമ്മിറ്റ്മെൻറ്റ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലൊക്കെ ഉണ്ടാക്കിയ അത്ഭുതകരമായ നേട്ടങ്ങളൊക്കെ അവർക്ക് ഒരുപക്ഷെ കമ്മിറ്റ്മെൻറ്റ് മാത്രമല്ല ഒരു ലയബിലിറ്റി കൂടിയാണ്. അപ്പോൾ സ്പീക്കർ വരികയായി. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിമിഷങ്ങൾക്കകം അദ്ദേഹത്തിൻ്റെ ഇരിപ്പിടത്തിലേക്ക് എത്തുന്നതോടെ ഈ ബജറ്റ് അവതരണ പരിപാടികൾ ആരംഭിക്കുകയായി. ഏതാനും സെക്കൻഡുകൾ മാത്രമേ ബാക്കിയുള്ളൂ. 8 മണി കഴിഞ്ഞ് 59 മിനിറ്റ് 47 സെക്കൻഡും ആവുന്നുണ്ട്. അപ്പോൾ അല്പസമയത്തിന് എന്താ വരാൻ പോകുന്നു സ്പീക്കർ വന്നു കഴിഞ്ഞാൽ നേർക്കുനേർ നൂല് പിടിച്ചു കിട്ടിയതുപോലെ പിടിച്ചതുപോലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സഭയെ വണങ്ങി. അദ്ദേഹം എത്തിക്കഴിഞ്ഞു. അദ്ദേഹം ഇരിപ്പിടത്തിൽ ആസനസ്ഥനാകുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ നിയമസഭയിൽ നിന്നിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബജറ്റിന്റെ എല്ലാ വിവരങ്ങളും സമഗ്രമായി പ്രതിപാദിക്കാൻ 24-നൊപ്പം തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.